സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതർഹിക്കുന്ന രൂപത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. സ്വർഗത്തിലേക്ക് അടുക്കാനുള്ളതും നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നതുമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ നിന്ന് യാത്രയായത്. അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കുവാനോ ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാറ്റിവെക്കാനോ പറ്റുന്ന ഒന്നും നമുക്കതിൽ കാണാൻ കഴിയില്ല. ഒരിക്കൽ മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യാത്ര പോകുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിഅമലിൻ യുദ്ഖിലുനി അൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങ് പറഞ്ഞു തരുമോ? വയുബാഇദുനി മിനന്നാർ, അത് ജീവിതത്തിൽ പാലിക്കുന്നതോടൊപ്പം നരകത്തിൽ നിന്ന് ഞാൻ അകറ്റി നിർത്തപ്പെടുന്നതുമാകണം ആ കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു, ലഖദ് സഅൽതനി അൻ അളീമിൻ, നീ വലിയ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് എന്നോട് ചോദിച്ചത്. ആ കാര്യങ്ങൾ പ്രവാചകൻ ഇങ്ങനെ നമ്പർ ഇട്ട് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം. ഇങ്ങനെ ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അലാ ഉഖ്ബിറുക ബിമിലാക്കിൻ ദാലിക കുല്ലിഹി, നേരത്തെ വിശദീകരിക്കപ്പെട്ട ഈമാൻ കാര്യങ്ങളുടെയും ഇസ്ലാം കാര്യങ്ങളുടെയും ഒക്കെ അതിന്റെ എല്ലാം നന്മകളെ തിന്മകളെ തീരുമാനിക്കപ്പെടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ? അദ്ദേഹം പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് അറിയിച്ചതാ. ഫഅഖദ ബിലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവിനെ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, കുഫ അലൈക ഹാദാ, നീ നാവിനെ സൂക്ഷിക്കണം. നിന്റെ ഏത് അമലു സ്വാലിഹാത്തുകളും സ്വീകരിക്കപ്പെടാനുണ്ടാകുന്ന മാനദണ്ഡങ്ങളിൽ ഒന്ന് നിന്റെ നാവിനെ സൂക്ഷിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങൾ ഈ കാര്യങ്ങൾ ഞാൻ പാലിക്കുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നു, എന്നിട്ടും ഞങ്ങളുടെ സംസാരങ്ങൾ നിമിത്തം, ഞങ്ങളുടെ നാവുകളുടെ ദുരുപയോഗങ്ങൾ നിമിത്തം ഞങ്ങൾ ശിക്ഷിക്കപ്പെടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകുന്ന മറുപടി, യാ മുആദ്, മുആദ് റളിയല്ലാഹു അൻഹു പേര് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വഹൽ യകുബ്ബുൻ നാസ ഫിന്നാരി അലാ വുജൂഹി, മുഖം കുത്തി നരകത്തിൽ വീഴുന്ന മനുഷ്യർ അതിന്റെ കാരണം അവരുടെ നാവുകൾ കൊണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പറഞ്ഞു പോകുന്ന കാര്യങ്ങളും ശൈലികളും നമ്മുടെ പരലോകത്തെയും നമ്മുടെ സ്വർഗ നരകങ്ങളെയും ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് സത്യവിശ്വാസികൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. നമുക്കത് പലപ്പോഴും വളരെ നിസ്സാരമായിരിക്കും, വളരെ ചെറിയ കാര്യങ്ങളാണ് എന്ന് നമ്മൾ വിചാരിക്കും. ഇത് തലഖൗനഹു ബി അൽസിനതികും, നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങൾ മൊഴിയുന്ന പറയുന്ന കാര്യങ്ങൾ, വതഖൂലൂന ബി അഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ, ഒരു അറിവുമില്ലാതെ നാവുകൾ കൊണ്ട് ഏറ്റു പറയുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നു വതഹ്സബൂനഹു ഹയ്യിന, അത് നിസ്സാരമാണ്, ചെറുതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. വഹുവ ഇൻദല്ലാഹി അലീം, എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അതീവ ഗൗരവകരമായ കാര്യങ്ങളായിരിക്കും അത് എന്ന് പ്രവാചകൻ ചേർത്ത് പറയുന്നുണ്ട്. ദേഷ്യം വരുമ്പോ ആളുകൾ സ്വന്തത്തെ മറന്നു പോകുന്നു. ചിലപ്പോ ആത്മവിശ്വാസങ്ങൾ ഉണ്ടാകുന്നു. ആരാധനകൾ കൊണ്ടും അമലു സ്വലിഹാത്തുകൾ കൊണ്ടും സ്വഭാവങ്ങൾ കൊണ്ടും വളരെ നല്ല നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാകാം. അവർ നമസ്കാരത്തിന് പള്ളികളിൽ ഒന്നാമതുണ്ടാകും. ആരാധനകളുടെ കാര്യത്തിൽ അവർ ഏറ്റവും ഉന്നതരായിരിക്കും. സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യങ്ങളിൽ അവർ മാന്യനായിരിക്കും.
അവരെക്കാൾ മികച്ച ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ചിലരുടെ കണ്ണുകളിൽ മറ്റുള്ളവർ വളരെ നിസ്സാരമായി തീരുന്ന അവസ്ഥകളുണ്ട്. അവർ അനാവശ്യമായ പ്രയോഗങ്ങൾ നടത്തുന്നവർ. ചില ആളുകൾ പറയും, ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകാലത്ത് രണ്ടാളുകൾ തമ്മിൽ നടന്ന ഒരു സംസാരത്തെ ഉദാഹരിച്ചുകൊണ്ട് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒരാൾ വളരെ മാന്യനായ, ആരാധനകൾ കൊണ്ട് സമ്പന്നമായ, വളരെ വിവാദത്തുകൾ കൊണ്ട് സമ്പന്നമായ, ആരുടെയും കണ്ണിൽ ഒരു ന്യൂനതയും പറയാനില്ലാത്ത ഒരാൾ. എന്നാൽ മറ്റേയാൾ കുറച്ച് മോശമായിരുന്നു. അയാൾ കുറച്ച് ആരാധനകളുടെ കാര്യത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ എല്ലാം കുറച്ച് പിന്നോക്കം പോയിരുന്ന ഒരാളായിരുന്നു. അയാൾ ഒരിക്കൽ മറ്റേയാളോട് പറഞ്ഞു, അന്ന റജുലൻ ഖാല, ഈ നല്ല ആള് മറ്റേയാളോട് പറഞ്ഞു, വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ വഇന്നല്ലാഹ തആല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാൻ, അല്ലാഹു ഒരിക്കലും നിനക്ക് പുറത്തു തരില്ല, നീ ഇങ്ങനെ ചെയ്ത പടച്ചോൻ ഒരിക്കലും നിനക്ക് പുറത്തു തരില്ല എന്നിങ്ങനെ പറഞ്ഞ ഒരു പ്രയോഗം നടത്തി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു, വഇന്നല്ലാഹ തആല ഖാല, തീർച്ചയായും ഈ പ്രയോഗങ്ങൾ കേട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ലാ അഗ്ഫിറ ലിഫുലാനിൻ, എന്റെ അടിമയ്ക്ക് ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് എന്റെ പേരിൽ സത്യം ചെയ്തു പറയാൻ ഇവൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് തന്നെ പറയുന്നു, തീർച്ചയായും ഞാൻ അവന് പുറത്തു കൊടുത്തിരിക്കുന്നു. നിന്റെ അമലു സ്വാലിഹാത്തുകളുടെ കാര്യത്തിൽ ആലോചനകൾ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് രണ്ടാളുകളുടെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ വളരെ ആത്മവിശ്വാസത്തിലായിരിക്കും, നീ ഒരിക്കലും നന്നാവുകയില്ല, നിനക്കൊരിക്കലും അല്ലാഹു പുറത്തു തരികയില്ല. അള്ളാഹുവിന്റെ കാര്യത്തിൽ തീരുമാനം പറയാൻ നിങ്ങൾ ആരാണ് പടച്ചവന്റെ കാര്യത്തിൽ തീരുമാനം പറയാൻ നിങ്ങൾക്ക് അവകാശവും അധികാരവും തന്നത്? അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നമ്മൾ ഒരിക്കലും അത്തരം പ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. നമുക്ക് സ്വന്തമായി അതിൽ കടന്ന ആത്മവിശ്വാസവും അഹങ്കാരവും വെച്ച് പുലർത്തുമ്പോഴാണ് മറ്റുള്ളവരെ നിസാരമായി കാണുകയും അനാവശ്യമായ പദപ്രയോഗങ്ങൾക്ക് ആളുകൾ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പറയാം, ഇന്ന കാര്യങ്ങൾ ചെയ്ത പടച്ചോന്റെ അടുത്ത് വലിയ കുറ്റമാണ്, ഇന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്, നീ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത്, നിനക്കൊരിക്കലും അത് ഗുണമാവില്ല എന്ന് നമുക്ക് അവനെ ഉപദേശിക്കാം, അവനോട് പറയാം. അല്ലാതെ നിനക്കൊരിക്കലും അള്ളാഹ് പുറത്തു തരില്ല, നിന്നോടൊരിക്കലും അള്ളാഹു നന്ദി കാണിക്കില്ല, നിന്നോട് അള്ളാഹു ഒരിക്കലും കാരുണ്യം കാണിക്കില്ല, എങ്ങനെയാണ് നമുക്കത് പറയാൻ കഴിയുക? നമുക്കതിനുള്ള അവകാശമുണ്ടോ? നമുക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അള്ളാഹുവിന്റെ കാര്യത്തിൽ അത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല. അതോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ദേഷ്യം വരുമ്പോ ചിലർ പറയും, നീ തുലഞ്ഞു പോകട്ടെ, നീ നശിച്ചു പോകട്ടെ എന്ന് പറയാറുണ്ട്. അതോടൊപ്പം ദേഷ്യം വരുമ്പോ, സങ്കടം ഉണ്ടാകുമ്പോ നമുക്ക് നമ്മുടെ പ്രയോഗങ്ങളിൽ ഒരു മര്യാദയും ഉണ്ടാവില്ല. ഞാനിങ്ങ് നശിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു, എന്റെ സമ്പത്തൊക്കെ നശിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു, നീ ഇല്ലാതായി പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. മക്കളെ കുറിച്ച് ചിലപ്പോൾ വളരെ ദേഷ്യമുണ്ടാകുമ്പോ മാതാപിതാക്കൾ വൈകാരികമായി പ്രയോഗങ്ങൾ നടത്താറുണ്ട്, പരസ്പരം പ്രയോഗങ്ങൾ നടത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ ശാപം കൊണ്ടോ അള്ളാഹുവിന്റെ കോപം കൊണ്ടോ നരകം കൊണ്ടോ ശാപപ്രാർത്ഥനകൾ നടത്താൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ശാപപ്രാർത്ഥനകൾ നടത്തരുത്. ഞാൻ നശിച്ചു പോകട്ടെ, നീ നശിച്ചു പോകട്ടെ, നിനക്ക് വലിയ ദുരന്തമുണ്ടാകട്ടെ, നീ ഇല്ലാതായി പോകട്ടെ, അല്ലെ ഞങ്ങൾ മരിച്ചു പോകട്ടെ എന്നൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ പലപ്പോഴും നമ്മൾ പ്രയോഗങ്ങളിൽ കൊണ്ട് ദേഷ്യം ഉണ്ടാകുമ്പോ കൊണ്ടുവരാറുണ്ട്. ഒരിക്കലും അത്തരം പ്രയോഗങ്ങൾ നടത്താൻ പാടില്ല. ദേഷ്യം കൊണ്ട് എന്താണ് പറയുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു. അത്തരക്കാർക്ക് സ്വന്തം മക്കളെയോ സ്വന്തം ശരീരത്തെയോ സ്വന്തം ബിസിനസ്സുകളെയോ സ്വന്തം ജീവിതത്തെയോ ശപിക്കുന്ന ശൈലികൾ കടന്നു വരുന്നു. അത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. കാരണം അള്ളാഹു പ്രാർത്ഥനകൾക്ക് ജവാബ് നൽകുന്ന സമയത്താണ് നമ്മുടെ ഈ പ്രാർത്ഥനകൾ ഉണ്ടാകുന്നതെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ അത്തരം പ്രാർത്ഥനകൾ നടത്തരുത്, നിങ്ങൾ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. നമുക്ക് മക്കളോട് ദേഷ്യം ഉണ്ടാകുന്നുണ്ടോ? പടച്ചോൻ നിനക്ക് സൽബുദ്ധി നൽകട്ടെ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിനക്ക് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, നമുക്ക് പടച്ചവനോട് അത്തരം ദേഷ്യങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കാം. പടച്ചവനെ, ഞങ്ങൾക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടായി നീ മാറ്റിത്തരണേ എന്ന് സങ്കടങ്ങൾ സഹിക്കാൻ വയ്യാത്ത ഘട്ടങ്ങളിൽ നമുക്ക് പ്രാർത്ഥനകൾ നടത്താം. ഞാൻ മരിച്ചു പോകട്ടെ, ഞങ്ങൾ ഇല്ലാതായി പോകട്ടെ, ദുരന്തം ഉണ്ടാകട്ടെ, നീ നശിച്ചു പോകട്ടെ. അത്തരം പ്രാർത്ഥനകൾ, പ്രയോഗങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയുകയാണ്. മൂന്നാമത്തെ ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ചില ആളുകളെ പറ്റി ചില ആളുകൾ പറയും, നീ കാഫിറാണ്, നിങ്ങൾ കാഫിറാണ്, ഇയാൾ മുശ്രിക്കാണ്,
നമുക്ക് ഇത് വളരെ എളുപ്പമാണ്. താലൂക്ക് ഓഫീസിൽ നിന്ന് ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത് പോലെയാണ് ആളുകൾ ഇത് ദീനിന്റെ അകത്താക്കുന്നതും പുറത്താക്കുന്നതും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയ്യുമ റജുലിൻ ഖാല ലി അഖീഹി യാ കാഫിർ ഫഖദ് ബഅ ബിഹാ അഹദുഹുമാ. നിങ്ങൾ ഒരിക്കലും ഒരാളെ കാഫിർ എന്ന് വിളിക്കരുത്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? രണ്ടാളുകളിൽ ഒരാളിലേക്ക് അത് മടങ്ങും. ഒന്നിൽ പറഞ്ഞവനിലേക്കോ അല്ലെങ്കിൽ പറയപ്പെട്ടവനിലേക്കോ. അവനതല്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തിലേക്ക് അത് തിരിച്ചു വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരാൾക്കും ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. പടിഞ്ഞാറ് ആ കഅബയെ ഖിബലയായി സ്വീകരിക്കുന്ന, അള്ളാഹുവിനെ ഇലാഹായിട്ട് അംഗീകരിക്കുന്ന, കഅബയെ ഖിബലയായി സ്വീകരിക്കുന്ന, മുഹമ്മദൻ റസൂലുള്ളാഹിയായിട്ട് അംഗീകരിക്കുന്ന ആളുകളുടെ പെരുമാറ്റങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ ശിർക്കായ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത് ശിർക്കാണ് എന്ന് നമുക്ക് പറയാം. നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശിർക്കാണ് എന്ന് നമുക്ക് പറയാം. ഇത് കുഫ്രിയത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമുക്ക് അവരെ ഉപദേശിക്കാം. നീ കാഫിറാണ്, നീ മുശ്രിക്കാണ്, നീ ഇസ്ലാം എന്ന് പുറത്താണ്. ആരാണ് ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മളെ ഏൽപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉത്തരവാദിത്തങ്ങളിൽ കൈകടക്കുന്നത് അതീവ ഗൗരവകരമായ കാര്യമാണ്. നീ മുനാഫിക്കാണ്, വളരെ എളുപ്പമാണ്, നീ ഒരു മുനാഫിക്കാണ്. പെട്ടെന്ന് ആളുകൾ പറയും. എങ്ങനെയാണ് അത്തരമൊരു വിലയിരുത്തലിന് സാധിക്കുക? റസൂലുള്ളാഹി എത്ര ഗൗരവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിഷയങ്ങൾക്ക് താക്കീത് നൽകിയത്. ഇന്ന് വളരെ നിസ്സാരമാണ് ഓരോ കാര്യങ്ങളും പറയാൻ. നാവ് കൊണ്ട് നരകം വാങ്ങാൻ എളുപ്പമാണ്. ഇന്ന് കുട്ടികൾ പുതിയ ജെൻസി കാലഘട്ടത്തിലാണ്. മുമ്പൊക്കെ നമുക്ക് വലിയ മോശമായി കണ്ടിരുന്ന അശ്ലീല പദപ്രയോഗങ്ങൾ പോലും ഇന്ന് സാർവത്രികമാണ്. പരസ്പരം കൂട്ടുകാരെ വിളിക്കുന്ന പേരുകൾ എന്താ? പള്ളി മെമ്പറിൽ നിന്ന് നമുക്കൊന്നും പറയാൻ കഴിയാത്ത അശ്ലീലതകളാണ് ഇന്ന് പരസ്പരം. ഓനെ അങ്ങനെ വിളിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്നോട് സ്നേഹമില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മോശപ്പെട്ട പേര് ഞാൻ അവനെ വിളിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവൻ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ഓൻ എന്നോട് സ്നേഹമില്ല എന്ന് കരുതുന്ന കുട്ടികളുടെ കാലത്ത് മൃഗങ്ങളുടെ പേരും തോന്നിയാസങ്ങളും അശ്ലീലതകളും അത് വളരെ വളരെ സാർവത്രികമാകുന്നു. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നമ്മളെ പറയും ചങ്ക് അല്ലെ, അവന് വിളിക്കുന്ന പേരെന്താ? വളരെ വൃത്തികെട്ട പേരും പ്രയോഗങ്ങളും. അതവന് സന്തോഷാണ്. അങ്ങനെ വിളിച്ചെങ്കിലേ ഓൻ എന്നോട് സ്നേഹമുള്ളു എന്ന് കരുതുന്ന കുട്ടികളുടെ കാലം എത്ര മോശമാണ്. റസൂലുള്ളാഹി പറയുന്നു, നരകം വാങ്ങാൻ, അള്ളാഹുവിന്റെ വെറുപ്പ് കിട്ടാൻ നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമുണ്ടോ? ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് പറയരുത്. റളിയല്ലാഹുവിന്റെ ഉപദേശം, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം ഞാൻ ആദ്യം പറഞ്ഞ വചനം: നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നു. പക്ഷേ നിങ്ങൾക്ക് നരകം വാങ്ങാൻ ഈ പ്രവർത്തനം ധാരാളമാണ്. അതുകൊണ്ട് നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ചിലര് വല്ലാതെ ഇങ്ങനെ പുകഴ്ത്തി പറയും ചില ആളുകൾ മരണപ്പെട്ട നമ്മൾ പറയും, അയാളുടെ മുഖം കണ്ടില്ലേ, സ്വർഗത്തിലാണ് എന്നതിന് വല്ല സംശയമുണ്ടോ? ആള് സ്വർഗത്തിലാണ്, അയാള് ഭയങ്കര സംഭവമാണ്. നമുക്ക് അങ്ങനെ സ്വർഗത്തില. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സ്വഹാബികൾക്ക്, മദീനയിലുള്ള അൻസ്വാരികളായ ആളുകൾക്ക് അവരെ സഹോദരന്മാരാക്കി നിശ്ചയിച്ചു കൊടുത്തു. ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. അങ്ങനെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ സഹോദരനായി കിട്ടിയത് അത് കുടുംബത്തിൽപ്പെട്ട ഒരു അൻസാരി വനിതയുണ്ടായിരുന്നു, ഉമ്മുൽ ഒരിക്കൽ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാൻ വന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, അക്രമക്കല്ലാഹ്, അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു. ആരെ? ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിനെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വമാ യുദ്രീക അന്നല്ലാഹ ഖദ് അക്രമഹു, നിങ്ങൾക്ക് അങ്ങനെ ഈ ആദരിച്ചു എന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് കഴിയുക? ആദരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കഴിയുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് നൽകുന്ന മറുപടി, പ്രവാചകനോട് ഉമ്മുൽ ചോദിച്ചു, ഈ ചോദ്യം തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ഉസ്മാൻ ഇബ്നു മദ്ഊൻ ആദരിച്ചിട്ടില്ലെങ്കിൽ ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മരണം വന്നെത്തിക്കഴിഞ്ഞു. അള്ളാഹുവാണ് അദ്ദേഹത്തിൽ നന്മ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, കാരുണ്യം ചെയ്യട്ടെ. ഒരിക്കലും അയാൾ സ്വർഗത്തിലാണ്, അയാൾ നരകത്തിലാണ്, അയാൾ ഷഹീദാണ്,
അയാൾ അങ്ങനെ നമുക്കൊരു വീരപരിവേഷങ്ങൾ അങ്ങനെ ഒരാൾക്ക് നൽകാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധത്തിൽ ഷഹീദായി വീണ ഒരു സ്വഹാബിയെ കുറിച്ച് ആളുകൾ പറഞ്ഞു അയാൾ ഷഹീദാണ്. പ്രവാചകൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പറയുക? അയാളുടെ കാര്യം നിങ്ങൾക്കറിയുമോ? അയാളുടെ കാര്യം നിങ്ങൾക്കറിയുമോ? അയാൾ യുദ്ധാർജിത മുതലുകളിൽ കളവ് നടത്തിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകൾ കാണാം. എങ്ങനെയാണ് ഒരാളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയുക? അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. മരണപ്പെട്ട ഒരാളെ കുറിച്ച് നല്ലത് മാത്രം പറയുക, എന്നിട്ട് അയാൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാതെ അയാൾ സ്വർഗത്തിലാണ്, അയാൾ നരകത്തിലാണ് എന്നൊരിക്കലും നിങ്ങൾ അത്തരം പ്രയോഗങ്ങൾ നടത്തരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ നാവുകൾ സൂക്ഷിച്ച് നന്മകൾ പറയുന്ന, നന്മകൾ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല മനുഷ്യരായി നമ്മൾ മാറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വലാകിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനസ്സല്ലി വനസ്സല്ലിം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് രണ്ടാമതായും അത് അർഹിക്കുന്ന രൂപത്തിൽ സൂക്ഷിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ പലപ്പോഴും പതറിപ്പോകുന്ന മനുഷ്യരുണ്ട്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ മാറിപ്പോകാറുണ്ട്. എന്തിനാണ് ജീവിച്ചിട്ട്, അല്ലെ പടച്ചോൻ എന്ത് തെറ്റാണ് ഞാൻ അള്ളാഹുവിനോട് ചെയ്തത്, ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കാൻ? നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നിൽക്കുന്നുണ്ട്, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, മരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ നാവ് കൊണ്ട് നമ്മൾ അധികരിച്ച വാക്കുകൾ പറഞ്ഞു പോകുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലകുൽ ഖൈർ, അവൻ നന്മ പറയട്ടെ. ഇനി നന്മ ഒന്നും പറയാനില്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറയുകയാണ്, നമുക്കൊരിക്കലും ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ അത് ഒരു ദുരന്താണ്, പടച്ചോൻ നമ്മളോട് വല്ലാത്ത വെറുപ്പുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന് ദേഷ്യമുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒന്നും കരുതരുത്. ഇപ്പൊ നമ്മുടെ ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു, കുട്ടികൾ മരണപ്പെട്ട വാർത്തകൾ നമുക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടാകും, സ്വാഭാവികമാണ് വിഷമുണ്ടാകുക എന്നത്. കുട്ടികളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ മരണം എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ മാതാപിതാക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടതിനെ അള്ളാഹു തിരിച്ചെടുക്കുമ്പോ രണ്ട് ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒന്ന്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഈ മലക്കുകൾ ഇങ്ങനെ ചെല്ലുമ്പോൾ മലക്കളോട് പടച്ചോൻ ചോദിക്കും, നിങ്ങൾ അവന്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചെടുത്തപ്പോൾ എന്താണ് അവരുടെ നിലപാട്? അപ്പൊ മലക്കുകൾ പറയും, അവര് സ്തുതിച്ചു, ഇസ്തിർജാ നടത്തി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു, നിന്നെ സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറുപടി, ബൈത്തുൽ ഹംദ് അവർക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക്, മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർക്ക് ബൈത്തുൽ ഹംദ് കിട്ടാനുള്ള അവസരം ഒരുക്കി വെച്ച മതമാണ്, ആ കാരുണ്യമാണ് ഇസ്ലാം രക്ഷിതാക്കൾക്ക് നൽകുന്നത്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾക്ക് അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അള്ളാഹു പിടികൂടി. നമ്മുടെ മക്കളെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ചിലപ്പോൾ അള്ളാഹു പിടികൂടുന്നു. നാളെ സ്വർഗത്തിന്റെ കവാടത്തിൽ ഈ കുട്ടികളെ, ഈ മാതാപിതാക്കളെ കാത്തിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയും, ഈ കുട്ടികൾ മാതാപിതാക്കളെ കാത്ത സ്വർഗത്തിന്റെ കവാടത്തിങ്കൽ കാത്തിരിക്കും. അവർ ചെല്ലുമ്പോ ഈ മാതാപിതാക്കളുടെ വസ്ത്രത്തിൽ തൂങ്ങി അള്ളാഹുവിനോട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കും, ഇവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സ്വർഗ കവാടത്തിങ്കൽ അള്ളാഹുമായി തർക്കിക്കുന്ന മക്കളായി നാളെ പരലോകത്ത് അള്ളാഹു ആ മക്കളെ നമുക്ക് ഉപകാരപ്പെടുത്തും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചേർത്ത് പറയും. നമ്മൾ ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ എപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്ന ഷെഫീഖ് സാഹിബിന്റെ മകൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വാർത്ത നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു കുട്ടിയാണ്. ആ കുട്ടിയെ കണ്ടാൽ തന്നെ നമുക്ക് എത്ര സ്നേഹമാണ് ആ കുട്ടിയോട്, എത്ര ഇഷ്ടമാണ് കുട്ടികളോട്, പൊതുവെ ചെറിയ കുട്ടികളോട് പ്രത്യേകിച്ച്. ഒരു മോള് മരണപ്പെടുമ്പോൾ അതെങ്ങനെയാണ് ആ രക്ഷിതാക്കൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയുക? നമുക്ക് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കൊരിക്കലും അതിര് കവിയുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് നിങ്ങൾക്കൊരു ഖൈറാണ്.
നാളെ സ്വർഗകവാടത്തിങ്കൽ സ്വർഗത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കാൻ അള്ളാഹുവിനോട് തർക്കിച്ചു കൊണ്ടിരിക്കും. നമ്മള് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ദുബായിൽ വാഹനാപകടത്തിൽ 4 കുട്ടികൾ മരണപ്പെട്ട രക്ഷിതാക്കളെ കുറിച്ച് നമ്മൾ വായിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പടച്ചവനോട് തർക്കിച്ചുകൊണ്ട് ഈ മാതാപിതാക്കളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ പടച്ചവനോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന 4 കുട്ടികൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു അനുഗ്രഹമാണ് പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ക്ഷമയും സഹനവും ഒക്കെ ജീവിതത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ആഴ്ചയാണ് നമ്മുടെ ഇവിടെ ഷഫീഖ് സാഹിബിന് മറ്റൊരു നമ്മുടെ സുഹൃത്തിന്റെ മകൻ ഇവിടെ പള്ളിയുമായൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന മോൻ മരണപ്പെട്ട അപകടത്തിൽ മരണപ്പെട്ട് നമ്മൾ വായിച്ചത്. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കണം എന്ന് വസിയത്ത് ചെയ്തവർ, ഒട്ടേറെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ. നാഥ, നീ അവർക്കെല്ലാം രോഗശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. മരണപ്പെട്ടവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ വേദനകൾ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്തും തൗഫീഖും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഇന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിനുള്ളതാണ് ഇന്നത്തെ സ്വതക്ക എന്ന് പറയുന്നത്. എല്ലാവരും ആ സ്വതക്കയോട് സഹകരിക്കണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ നന്മകളിൽ നിന്നും നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, നമ്മുടെ രാജ്യത്തും നമ്മുടെ ചുറ്റുപാടുമൊക്കെ. അള്ളാഹു ഇവർക്കെല്ലാം കാരുണ്യം നൽകി അനുഗ്രഹിക്കണം.